ഒന്നുമില്ല, ഇവളുടെ കല്യാണക്കാര്യം പറയുമായിരുന്നു. അല്ല, അമ്മയ്ക്ക് എന്നെ കെട്ടിച്ചൂടാനിത്ര നിർത്തി പ്രായം അമ്മ ഞാൻ തന്നെ കെട്ടിക്കോളാം. എനിക്ക് എപ്പോഴും മൂക്കിന് പല്ല് മുളയ്ക്കുന്നത്. അല്ല, മൂക്കിന് പല്ല് മുളച്ചാലും അമ്മ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. തർക്കുത്തരം എന്ത് പറഞ്ഞാലും തർക്കുത്തരം. ഓ, ഞാൻ നിർത്തുന്നുണ്ട്. രണ്ടുപേരും കുറെ നേരമായി തുടങ്ങിയിട്ട്. കുഞ്ഞായിട്ട് ഫുഡ് കഴിച്ചു. ഇല്ല അമ്മായി. എന്നാ ചെന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയ പിള്ളേര് നിങ്ങളും ചെല്ലേ. എന്നതാന്ന് എന്നാന്ന് വെച്ചാ കാര്യം പറയാൻ പാടില്ലേ. അയ്യോ, എന്താ പറയുന്ന കാര്യം മറന്നുപോയി. ഉടുപ്പ് ഒരു കടഞ്ഞപ്പോ എന്തൊരു സമാധാനം. അയ്യടാ, ഞാൻ കിടക്കും. എവിടെ പോവാ? ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്കാണെങ്കിൽ ഉറക്കം വന്നില്ല. ഒരു കാര്യം ചെയ്യാം, കുഞ്ഞാറ്റനെ വിളിക്കാം. ഉറങ്ങിയിട്ടുണ്ടാവോ? ഏയ്, ഓ എടുക്കെടുക്ക്. ഹലോ ഹലോ, കൊച്ചു കിടന്നാർന്നോ? ഇല്ല, കുറച്ച് കപ്പ നടാനുണ്ടായിരുന്നു, അത് നടാൻ നിൽക്കുവായിരുന്നേ. സോറി. ഇത് പറയാനാണോ ഇപ്പൊ വിളിച്ചത് തന്നെ? അല്ല, ഉറക്കൊന്നുമില്ലേ? സച്ചുവേട്ടൻ എന്തിയേ? അങ്ങേര് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയോ? ആ, ഇറങ്ങിപ്പോയി. സച്ചുവേട്ടൻ ഇറങ്ങാനൊന്നും പറഞ്ഞോ? ഇല്ല. പിന്നെന്ത് എണീറ്റിരിക്കണേ? എനിക്ക് ഉറക്കം വന്നില്ല. എന്താന്ന്? ആ, എനിക്ക് ശരിക്കും ഉറക്കം വന്നില്ല. ഞാനെന്ത് ചെയ്യാൻ? എനിക്ക് ഉറക്കം വരണ്ടേ? ഞാനേ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും തരിക്കൊന്നേനെ. കൊച്ചേ, സത്യം പറ, കൊച്ചായിട്ട് സച്ചേട്ടൻ നടത്തി വിട്ടതല്ലേ? ഇനി അതും എന്റെ തലയിട്ട് വെക്കി. അതെ, ഒന്ന് പോയി കിടന്നുറങ്ങാവോ? കൊച്ചു, എനിക്ക് ഉറക്കം വരണ്ടേ? നിന്റെ ഇരുന്നോളം കുറെ നേരെ തുടങ്ങിട്ട് ഉറക്കം വന്നിട്ട് അന്ന് പിന്നെ മുന്നേ കിളയ്ക്കാൻ പോകില്ലേ. ഹലോ, പോയോ? ഇല്ല. ഒന്ന് പോയി കിടന്ന് ഉറങ്ങു പൊന്നെ. ആ, ശരി എന്നാ. നിങ്ങളെന്ത് ഇവിടെ നാളെ പോകണ്ടോ? ഇല്ല. ആ, ശരി, നീ ടീച്ചറിന് ഇറങ്ങിക്കോ. എന്താണ് ഇറങ്ങിക്കോളാം? എന്ത് നിങ്ങൾ ഇത് ചോദിക്കാനാണോ ഇപ്പം എൻ്റെ ഇറങ്ങാതെ? അത് പിന്നെ പോകാൻ ഞാൻ പോവുക. അതെ, ഇനി എന്താ? നിങ്ങളെ അമ്പലത്തിൽ വന്നുണ്ടോ? നാളത്തെ കാര്യം ഞാൻ എണീക്കാണെങ്കിൽ വരാം. വെയിറ്റ്, എന്താ നീ എന്തിനാണ് ചൂടാവണേ? എന്താ, എനിക്കൊരു റെസ്റ്റും ഇല്ല. അങ്ങോട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ വിശേഷം അന്വേഷിക്കാൻ വന്നേക്കണം. പിന്നെ ഞാൻ ചൂടാവേണ്ട പൂമാലയിട്ട് സ്വീകരിക്കുന്നു. സോറി, കിടന്നു. ഞാൻ നാളെ പോകണ്ടെന്ന് പറയുന്നല്ലേ? എന്താണ് മുഖത്തൊരു മ്ലാനത? അവനെന്നെ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടോ? ഞാൻ നാളെ പോകണ്ടെന്ന് ചോദിക്കാൻ ഞങ്ങൾ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഉറങ്ങി കിടക്കണ ആള് വിളിച്ചിട്ടാണോ നാളെ പോകണ്ടോന്ന് ചോദിക്കണേ? എന്താണ്? ഞാൻ കിടക്കാൻ പോവാണെങ്കിൽ നടക്ക്. ചേട്ടാ, ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ? എണീക്കണോ? 5:32 കിടക്കണം. നോക്കിയേ, ഇനിയിപ്പോൾ കുളിക്കാം, എന്നിട്ട് താഴത്തോട്ട് പോവാ. അയ്യോ, എന്തൊരു തണുപ്പ വെള്ളത്തിന്. അമ്മ ഇത്ര നേരത്തെ എണീറ്റോ? ഇത്തിരി നേരത്തെ കൂടെ എണീക്കണമായിരുന്നു.
ആഹാ മോളോ, ഗുഡ് മോർണിംഗ്. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്നാ അമ്മ ഉണ്ടാക്കണം? ഉപ്പുമാവ്. എന്നാ ഞാൻ ചെയ്യാം അമ്മ. ഞാനെന്നാ പോയി ആ പാത്രമൊക്കെ കഴുകി വെക്കട്ടെ. ആ അമ്മ. ജോലിക്കൊന്നും പോണില്ലേ? ഭയങ്കര ക്ഷീണം. കിച്ചു ചായ എടുക്കട്ടെടാ. ആ ഏട്ടത്തികളെ ഏട്ടനെവിടെ? ഏട്ടനെ എണീറ്റിട്ടില്ലടാ. പിന്നെ ഞാൻ വിളിക്കാനും നിന്നില്ല. അവള് കൂർക്കം വിളിച്ച് കിടന്നുറങ്ങണ്ട്. ഇതുവരെയായിട്ട് എണീറ്റില്ലേ? അപ്പൊ ഇന്നലെ എന്നെ വന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് ചോദിച്ചു അമ്പലത്തിൽ വന്നിട്ടോന്നൊക്കെ ചോദിച്ചിട്ട് പോയി. ഞാൻ വിചാരിച്ചത് പോവായിരിക്കും. ഇതൊക്കെ അപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് രാത്രി ഞാൻ ഉറങ്ങി കഴിഞ്ഞ് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് ചോദിച്ചതാ നാളെ വന്നിട്ടുണ്ടെന്ന്. ആണോ? എന്നാ മോള് നീ അവിടെ ചെന്ന് വിളിക്കാം. എന്നിട്ട് നിങ്ങള് എല്ലാരും കൂടി പോവാൻ നോക്ക്. ഞാനിവിടുത്തെ പണിയൊക്കെ ചെയ്തോളാം. ഏട്ടനെ വിളിക്ക്. ആ എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ കുഞ്ഞാറ്റേനെ കൂടി വിളിക്കട്ടെ. അപ്പം ഞങ്ങൾ പോയാലോ നീ ഒറ്റയ്ക്കാവില്ലല്ലോ. ആ വിളിച്ചു ഏട്ടത്തി. സച്ചുവേട്ടാ എനിക്ക് നമുക്ക് അമ്പലത്തിൽ പോവാം. എണീച്ച് ബാക്കി ഉറക്കമൊക്കെ നമുക്ക് പിന്നെ ഉറങ്ങി തീർക്കാം. കാര്യം പറ. എണീറ്റ് ചെല്ലിന് റെഡിയാവാൻ നോക്ക്. റെഡിയാവാനോ? ഞാനും ഓഫീസിൽ പോകണല്ലോ. ഞാൻ ലീവൊക്കെ എഴുതി കൊടുത്തേക്കോ ഒരാഴ്ചത്തേക്ക്. അതിനിപ്പോൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഓഫീസിൽ പോവാൻ? പിന്നെ ഇവിടെ പോകാൻ എത്ര ചോദിച്ചു നിൽക്കുന്നു? അമ്പലത്തിൽ പോവാനായിട്ട്. അവിടെ നിന്റെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? എന്നാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മര്യാദക്ക് എനിക്ക് റെഡിയാവാൻ നോക്കി. കിണിച്ചോണ്ടിരിക്കണം. പോയി റെഡിയാവാൻ നോക്കി. നിങ്ങൾ ഇന്നലെ കിച്ചുവിനോട് പറഞ്ഞല്ലേ ഇന്ന് അമ്പലത്തിൽ പോവാന്ന്? മര്യാദക്ക് ആ കട്ടിലേന്ന് എണീറ്റോ, അല്ലെങ്കിൽ ഞാൻ വല്ല വാക്കത്തെയും കൊണ്ട് തല പെട്ടു. അങ്ങനെ വഴിക്ക് പോ. ഇനി കുഞ്ഞാറ്റേനെ വിളിക്കണം. രാവിലെ തന്നെ. ഹലോ കൊച്ചു എണീറ്റ് റെഡിയായി നിന്നു. റെഡിയായി നിന്നോണം. കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ വരും. എന്താ കാര്യം നിങ്ങൾ തെളിച്ച് പറയാവോ? കൊല്ലം കൊണ്ടുപോകണമെന്നല്ല, അമ്പലത്തിൽ പോവാനാ. അമ്പലത്തിലോ? ഞാൻ പിന്നെ മര്യാദയ്ക്ക് പോയി റെഡി ആയിക്കോ. ഞാൻ വരുമ്പോൾ റെഡി ആയിട്ടില്ലെങ്കിലാ. ആ ശരി, ഞാൻ വരാം. ഫോൺ വെച്ചോ. എക്സ്ക്യൂസ് മീ മാഡം, എനിക്കിച്ചിരി ചായ കൊണ്ട് തരൂ. കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. എന്താ? എന്നാ ചെന്ന് തന്നെ എടുത്ത് കുടിച്ചോ. എനിക്ക് ഒരുങ്ങാനുള്ളതാ. അമ്മ കിടന്ന് കാറാതിരി കുഞ്ഞി, കാര്യം പറ. അതിലെന്ത് പറ്റി വേണം ഇത്ര നേരത്തെ? ഞാനേ അമ്പലത്തിൽ പോവോ. എന്ത് പറ്റി? എന്റെ മോളെന്തേ? എന്റെ അമ്മേനെ സമ്മതിച്ച്. പിന്നെ വീടിന്റെ ഭാഗത്തോട്ട് ഇറങ്ങാത്ത ആളിങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഞെട്ടിപ്പോയി. അല്ല, എന്താ ഇപ്പം അമ്പലത്തിൽ പോകാൻ കാരണം? എന്നെ പാറു വിളിച്ചായിരുന്നു. പാറു ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പം എന്നോട് റെഡിയായി നിൽക്കണം പറഞ്ഞു. അപ്പോൾ റെഡിയാവാൻ നോക്കാം. ഇനി ആ കൊച്ചു വരുമ്പോൾ റെഡിയാകാണ്ടിരിക്കണ്ട. ഓക്കെ, ബൈ മോം. ദീപങ്ങളുടെ അതാണ് കൂടി പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. അതെ, ഇറങ്ങാറായോ? പോവാ. ഏട്ടാ, ഞാൻ വണ്ടി എടുക്കാം. അതെ, ഏതമ്പലത്തിലോട്ടാ പോണത്? എവിടെയാ പോണേ? ഞാനല്ലേ ഇവിടെ ഇരിക്കണേ, ഞാൻ കൊണ്ടുപോക്കോളാം. അതാണ് എൻ്റെ വീട്. എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ പാടില്ലല്ലോ. ഞാൻ ഏട്ടനാന്നൊന്നും നോക്കൂല. ഞാൻ വണ്ടിയിൽ നിന്ന് ചവിട്ടി താഴെ ഇടൂ കേട്ടോ. എൻ്റെ വണ്ടി കയറി ഇരുന്നിട്ട് എന്നെ ചവിട്ടി താഴെ ഇടൂന്നോ? കണ്ട, ഞാൻ മര്യാദക്ക് പറഞ്ഞത് എൻ്റെ വണ്ടി എടുത്തോളാന്ന്. ഇത് നിൻ്റെ വണ്ടിയല്ലല്ലോ ഇപ്പോൾ.
രണ്ടുപേരൊന്ന് നിർത്തുന്നുണ്ടോ? കിച്ചു, നീ വണ്ടി ഓടിച്ചേ. മിണ്ടാതിരിക്കാം, അതെൻ്റെ ആരോഗ്യത്തിന് നല്ലത്. ഏട്ടത്തി ഇവിടെ നിന്ന് എങ്ങോടാ? ഇവിടുന്ന് വലത്തോട്ട് പൊക്കോടാ. ഇവിടാണോ ഏട്ടത്തി? ആടെ ഇവിടെ. ഈ പെണ്ണത് എവിടെ? ഏട്ടത്തി അവളെന്തിയേ? കാണാനില്ലല്ലോ. ആവോ, എനിക്കറിയില്ല. അതെ ശാരിയല്ലേ നിക്കണേ. ശാരി, കുഞ്ഞാറ്റ എന്തിയേ? അവള് റെഡിയാവുണ്ടായിരുന്നു. നിൽക്ക്, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. നീ ഇവിടെ എന്നെ നോക്കും, അതേ പിള്ളേർ വന്നാളോ നിൽക്കണം. പോവാൻ നോക്കി. കിടന്ന് അലറാണ്ട, ഞാൻ പോവാ. ഇവരൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ എന്താ നടക്കണേ? മോനെ കിച്ചുവേ. എന്താ കൊച്ച ഫ്രണ്ടിൽ കയറിക്കോ. ഫ്രണ്ടിലോ? ഇവന്റെ കൂടെയോ? ഫ്രണ്ടിലേക്ക് എവിടെയെങ്കിലും ഇരുന്നാ പോരെ? പാറ ഇവിടെ നോക്കിക്കോളോട്ട്. ഒന്നാമതൊരു വെളിവും ബോധമില്ല. കിടന്നാലാറാതടി. പിള്ളേരെ നിങ്ങൾ പൊക്കോ. തീരെ നോക്കി വണ്ടി വിളിക്കാൻ പാടില്ലേ? കൊച്ച ഏതമ്പലത്തിലോ പോണത്? ഏതമ്പലത്തിന് പോണെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. ഇതേ ആയിരിക്കണം മഹാൻ കൊണ്ടോക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കയറി. ഐ പ്രോമിസ്, നിങ്ങൾക്ക് എന്തൊക്കെയായാലും ആ സ്ഥലം ഇഷ്ടപ്പെടും. കിച്ചുവിനെ ഇവിടെ നിന്ന് എന്തോരം ദൂരം ഉണ്ടോടാ? ദൂരം ഒരു 5 മിനിറ്റിനോളം എത്തോടെ. കാടോ? പഴയ ദേഷ്യം പുറത്തിറങ്ങുകയാണോ? കിച്ചു, നീ എന്താണ് ഞങ്ങളെ കൊല്ലം കൊണ്ടോക്കണേണോ? അതല്ലേ അവരെയൊന്ന് ചോദിക്ക്. സ്ഥലത്ത് ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി കയറത്തില്ല. കുറച്ച് നടക്കാനുണ്ടാവും. എനിക്ക് പേടിയാവണ്ടേ? കിച്ചു, ഇതെന്താടാ? ഞാൻ തിരിച്ചു പോവാ. ഏട്ടത്തി പേടിക്കുമ്പോ ഞാനല്ലേ കൂടെ ഉള്ളങ്ങ വാ. ഓ ഐ എം സോറി. ഞാൻ പെട്ടെന്ന് ഏട്ടത്തിയാന്ന് വിചാരിച്ചോണ്ട് കൈ പിടിച്ച്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എന്നെ കൈ പിടിച്ചോ. എനിക്ക് ചെറുതായിട്ട് പേടിയാവണ്ട. എന്തെപ്പോടെ ഉണ്ടായേ? അതെ, ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാനാണോ? അങ്ങോട്ട് പോണില്ലേ? വാ പോവാ. എന്ത് വന്നില്ലേ? പോവാ. പേടിച്ചു പോയോ? എന്താ ഇത്? പേടിക്കണ്ട, ബാ.